അതിനെ കളമശ്ശേരിയിലെ ആ ലഹരി വാർത്തയിലേക്കാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നത് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ പൂർവ്വ വിദ്യാർത്ഥി കസ്റ്റഡിയിലായിരിക്കുന്നു. ആലുവ സ്വദേശി ആഷിഖാണ് പിടിയിലായത്. പോളിടെക്നിക്കിൽ നിന്ന് സെമസ്റ്റർ ഔട്ടായതാണ് ഇയാൾ എന്നാണ് വിവരം. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി വീണ്ടും കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, എന്തായാലും പോലീസിന്റെ അന്വേഷണം അതിവേഗത്തിലെന്ന് വ്യക്തമാണ് അല്ലേ? പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്ക് എന്നവണ്ണം ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ച ആളെ പിടികൂടാൻ തന്നെ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ആ പോലീസിന്റെ ഓപ്പറേഷനൊക്കെ വളരെ സാഹസ്യമായിട്ടാണ് വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഈ വിവരങ്ങളൊക്കെ ചോരാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇത് കൃത്യമായി നടന്നു. ഈ ആഷിഖിന്റെ പിന്നിലേക്ക് ആര് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. അപ്പൊ അതിലേക്കും കൂടി പോലീസിന് അന്വേഷണം പോവുകയാണോ? ആഷിഖിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ ഹോസ്റ്റലിനും പുറത്തെ കഞ്ചാവ് മാഫിയുമായിട്ടുള്ള ആ കണക്ഷൻ? ദിവിഷ്, ലഹരിയുമായി പിടികൂടിയ 3 വിദ്യാർത്ഥികളിൽ മാത്രം അന്വേഷണം ഒതുങ്ങില്ല. ലഹരിയുടെ വേരുകളിലേക്ക് ഈ അന്വേഷണം പോകുമെന്ന് ഇന്നലെ കളമശ്ശേരി പോലീസ് വ്യക്തമാക്കിയിരുന്നു. മിനിയാന്ന് രാത്രിയാണ് കളമശ്ശേരി പോളിടെക്നിക്കിലെ ബോയ്സ് ഹോസ്റ്റലിൽ പോലീസ് പരിശോധന നടത്തി കഞ്ചാവ് പിടികൂടിയത്. 3 പേരെ പിടികൂടിയത്. അതിന് പിന്നാലെ ഈ കഞ്ചാവ് എത്തിച്ച ആളുകളെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതിന്റെ ഫലമായാണ് ഏതാണ്ട് 24 മണിക്കൂർ തികയുമ്പോൾ ആലുവ സ്വദേശിയായ ആഷിഖ് എന്ന പൂർവ്വ വിദ്യാർത്ഥി പിടിയിലായിരിക്കുന്നത്. ഇയാളാണ് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. 2 കിലോയോളം കഞ്ചാവാണ് എത്തിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് ഏതാണ്ട് 6 മണിക്ക് ശേഷമാണ് ബോയ്സ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത്. അന്ന് രാത്രി തന്നെയാണ് പരിശോധന നടത്തുകയും കഞ്ചാവും അത് ഉപയോഗിക്കുന്നതിനുള്ള ചില ഉപകരണങ്ങളും ഒപ്പം 3 വിദ്യാർത്ഥികളെയും പിടികൂടിയത്. പിടിയിലായ ആഷിഖിനെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഇയാൾ നേരത്തെ ഈ ക്യാമ്പസിൽ പഠിച്ചിരുന്നു, പിന്നീട് സെമസ്റ്റർ ഔട്ടായി പോയതാണ്. നേരത്തെയും ഇയാൾ ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമടക്കമുണ്ട്. ഇക്കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ആഷിഖിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ആഷിഖിന് ഈ ലഹരി എവിടെ നിന്നാണ് ലഭിക്കുക എന്നറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ ലഹരിയുടെ മൊത്ത വിതരണക്കാരനാണോ, അതോ വിതരണ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണോ, അതോ മറ്റാരിൽ നിന്നെങ്കിലും നേരിട്ട് ലഹരി വാങ്ങി ക്യാമ്പസുകളിൽ വിതരണം ചെയ്യുന്നയാളാണോ, ഇയാളുടെ വരുമാന മാർഗം എന്തെല്ലാമാണ്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി അറിയേണ്ടതുണ്ട്. ഇതിന് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു. അതിനുശേഷം മാത്രമേ വ്യക്തത കൈവരികയുള്ളൂ. അതേസമയം ക്യാമ്പസിൽ മറ്റാരെങ്കിലും കൂടി ലഹരി എത്തിച്ചിരുന്നോ, മറ്റു വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചിരുന്നോ, അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധനാ വിഷയമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ലഹരി എത്തിച്ച ആദ്യത്തെ വലിയൊരു ശൃംഖലയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഈ ക്യാമ്പസിൽ നടന്നിരുന്നതായി പറയപ്പെടുന്ന ലഹരി ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന 60ഓളം വിദ്യാർത്ഥികളാണ് താമസിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ലഹരി ഉപയോഗത്തിനായി പണം കൈമാറിയിട്ടുണ്ടോ എന്നത് വ്യക്തമാകാൻ വേണ്ടിയാണിത്. മറ്റൊരു കാര്യം, ഇവരുടെ ഫോൺ കോൾ രേഖകളും പരിശോധിക്കും. ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ആരെങ്കിലും തമ്മിൽ അസാമാന്യമായി അല്ലെങ്കിൽ പതിവിൽ കൂടുതൽ തവണ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അസമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ എല്ലാം അറിയാൻ സാധിക്കും. അങ്ങനെ ഈ ലഹരി ശൃംഖലയിലേക്ക് കൂടുതൽ എത്തുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ലഹരി പിടിച്ച ഇന്നലെ പോലീസ് കൂടുതൽ പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ ഈ ഹോസ്റ്റലിൽ കയറി ലഹരി പിടിക്കുന്നതിൻ്റെയും ഒപ്പം ഈ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ മുറികൾക്കുള്ളിൽ ഈ ലഹരി ഉപയോഗത്തിൻ്റെ ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നതോടുകൂടി ഇതിൻ്റെ വേരിലേക്ക് പോലീസ് പോകണമെന്നുള്ള ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നത്. മന്ത്രി MP രാജേഷ് തന്നെ ഏതറ്റം വരെയും ഈ അന്വേഷണം പോകും, എല്ലാ വമ്പൻ സ്രാവുകളും പിടിയിലാവുമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കോളേജ് ക്യാമ്പസിലേക്ക് ലഹരി എത്തിച്ച ആലുവ സ്വദേശിയായ ആഷിഖ് എന്ന പൂർവ്വ വിദ്യാർത്ഥി പിടിയിലായിരിക്കുന്നത്.